ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് സ്കൂൾ ബോയ് റണ്ണവേയാണ്. ഈസി മോഡിലിട്ടാണ് കളിക്കുന്നത്. ഇവിടെ ഇരുന്ന് കളിക്കുന്ന എൻ്റെ പേരാണ് ആൻഡ്രോ. ആൻഡ്രോയുടെ കൂട്ടുകാരെ വന്ന് വിളിക്കും കളിക്കാൻ വേണ്ടി. അപ്പോൾ അവൻ അമ്മയെടുത്ത് ചോദിക്കും, ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന്. അമ്മ പറയും, നിൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. അവൻ പറയും, ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ അമ്മ ചോദിക്കും, നിൻ്റെ ക്ലാസ് ജേണൽ എടുത്തോണ്ടും ബാ എന്ന് പറയും. അതായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ ഡയറി പോലെ. അപ്പോൾ അവൻ്റെ അമ്മ അത് നോക്കുമ്പോൾ ടീച്ചർ നോട്ടീസ്ഡ് ബിഹേവ്. അപ്പോൾ അവൻ്റെ അമ്മ ചോദിക്കും, നിനക്കെന്താ നാണാവുന്നില്ലേ, നീ പഠിക്ക്, നീ ഇപ്പോൾ കളിക്കാൻ പോകേണ്ടത്. അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അമ്മ പോയി പറയും, അവനിന്ന് വന്നില്ലെന്ന്. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറയും, നീ ഇവിടെ നിന്ന് മര്യാദക്ക് പഠിച്ചോ, അല്ലെങ്കിൽ ഇവൻ്റെ കാലിൽ ഞാൻ തല്ലിയൊടിയെന്ന് പറയും. എന്നിട്ട് ഇവൻ്റെ വിചാരം ഇത് പുറത്തോട്ട് പോകണം. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഗെയിം പ്ലേയിലിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേയിൽ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ സെർച്ച് ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ ഫ്ലാഷ് ലൈറ്റ്, ബൾബ്, ചാർജർ എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടാവണം. അപ്പോൾ ഈ ഡ്രോയൊക്കെ തുറന്ന് നോക്കണേണ്. ഇത് തുറന്ന് നോക്കി അതിൻ്റെ ഉള്ളൊന്നുമില്ല. നമുക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ ആ സാധനത്തിൽ തൊട്ടേനെ ഓണാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഡ്രോയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് നീക്കാൻ പറ്റും. അത് നമ്മൾ അമ്മയുടെ വീട്ടിൽ ലോക്കാക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചാർജർ കിട്ടിയിട്ടുണ്ട്. മെയിൻ സാധനമാണ് ചാർജർ. നമ്മൾ മെയിൻ ഗേറ്റ് എസ്കേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇവൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് ഐസ് ഹോക്കി കളിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാത്റൂമൊക്കെ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബില്ലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആ മോപ്പ്, നമുക്ക് അറ്റിക് എസ്കേപ്പ് ഉണ്ട്. ആ എസ്കേപ്പിന് വേണ്ടിയാണ് ആ മോപ്പുള്ളത്. നമുക്ക് ഇനി ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് അച്ഛൻ്റെ മുറിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ കുനിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സൗണ്ട് കേട്ട് അവിടെ രണ്ടുപേരും ഓടി വരും. നമ്മൾ കുഞ്ഞു പോയിട്ട് റൂമിൽ കയറി കഥ പഠിച്ചതിന് നമുക്ക് പിന്നെ എണീക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. ഇവിടെ ഒരു ബാരൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് തുറക്കാൻ പറ്റില്ല. ബാരൽ വെച്ച് തുറക്കും നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മൾ ബാരൽ ലോക്ക് പിക്ക് പോലെയാണ് ഇവിടെ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് കിട്ടി. എല്ലാവർക്കും കിട്ടുന്ന കളി പോലെയല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് തുറന്നിട്ട് അതിനുള്ളിൽ നിന്ന് 2 ബാറ്ററി കിട്ടും. ബാക്കി തുറന്നതിന് 2 ബാറ്ററി കിട്ടും. അത് വെച്ചടയ്ക്കുക. പിന്നെ താഴെ ഇവിടെ ടൈം പീസിൻ്റെ അടിയിൽ 2 ഡ്രോ ഉണ്ട്. അതൊക്കെ തുറന്ന് നോക്കുക. ഇപ്പുറത്തത് ഈ കമ്പ്യൂട്ടർ ചാർജ് ചെയ്യാനാണ് നമ്മൾ ചാർജർ വേണ്ടത്. ഈ കമ്പ്യൂട്ടറിനുള്ളിലാണ് നമുക്ക് മെയിൻ ഗേറ്റ് തുറക്കാനുള്ള കോഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കിട്ടി, ബൾബ് കിട്ടി. ഇപ്പോൾ ഞാനെന്തിനാ ഇതൊക്കെ ഓഫാക്കി ആ കബോർഡ് തുറന്നതെന്നറിയുമോ? ഈ വെയ്സിൻ്റെ ഉള്ളിൽ ഒരു താക്കോൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു കയറി ഇരിപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വെയ്സിൻ്റെ ഉള്ളിൽ നിന്ന് താക്കോലൊക്കെ താഴെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ അച്ഛൻ കേൾക്കും അവിടെ ഇരുന്നതിന്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കളിക്കുമ്പോൾ നമ്മളിത് ആദ്യം ഫ്ലവർ എങ്ങനെയെങ്കിലും താഴെ ഇട്ടിട്ട് നമ്മൾ ഫ്ലവർ എടുത്ത് കൈ വെച്ചിട്ട് നമ്മൾ വെയ്സ് തട്ടി താഴെ ഇടണം. അല്ലെങ്കിൽ ഈ അച്ഛൻ ബാത്റൂമിലേക്ക് പോകും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ആ സമയം നമുക്ക് ധൈര്യമായിട്ട് താഴെ ഇട്ടിട്ട് ആ ഫ്ലവർ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ മതി. ഈ താഴെ എന്ത് കിടന്നാലും ഇവരാദ്യം ശ്രദ്ധിക്കില്ല, താഴെ എന്ത് കിടന്നാലും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. അപ്പം നമ്മൾ പതിയെ ഇത് കളഞ്ഞിരിക്കണേണ്. ഇവിടെ ഇത് കണ്ട, ഈ ഫ്ലവർ മരിയൊക്കെ താഴെ ഇടുന്നില്ല. ഈ ഫ്ലവർ മരിയൊക്കെ താഴെ വീഴ്ത്തട്ടെ കേട്ടോ. വീണ് പതിയെ ഫ്ലവർ അനങ്ങുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇവൻ്റെ അമ്മയൊക്കെ ഇവിടെ പോകും. ഇവിടെ ക്രിസ്മസ് ട്രീക്ക് വെള്ളം ഒഴിക്കാൻ പോകും ഈ തണുപ്പത്ത്. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ബാത്റൂമിലേക്കും പിന്നെ ഇവിടെ വന്നിട്ട് ഫോൺ ചെക്ക് ചെയ്യാനൊക്കെ വരും. അപ്പോൾ അത് നമ്മുടെ ഫ്ലവർ താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ സാധനം താഴെ ഇട്ടിട്ട് ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് നമ്മൾ ഈ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒളിച്ചിരിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവൻ പറയും, അമ്മ ഇവിടെ പോയി ക്രിസ്മസ് ട്രീക്ക് വെള്ളം ഒഴിക്കാൻ പോയി. അച്ഛൻ പറയും, നമ്മളെ പിടിക്കൂല. കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. താഴെ എന്ത് കിടന്നാലും അവരൊന്നും ശ്രദ്ധിക്കില്ല. അതാണ് നിങ്ങൾ തുറന്നിട്ട് അവരപ്പോൾ തന്നെ നോട്ടീസ് ചെയ്ത് നമ്മളെ കണ്ടുപിടിക്കും. രണ്ടുപേരും പോയി, നമ്മൾ വെട്ടി. നമ്മൾ ഇനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ തിരിച്ചു വരുമ്പോൾ നമ്മളെ കാണും. അതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടിരിക്കണ അവസ്ഥയായി. നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോവാം. കുറച്ച് നേരം കഴിയട്ടെ. നമുക്ക് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കാം. വെയിറ്റ് ചെയ്യും.
പുറത്ത് പോകണം എന്നൊരാഗ്രഹമുണ്ട്. പുറത്ത് പോയി നമുക്കിവിടെ സെർച്ച് ചെയ്യാം. അച്ഛനവിടെ കിടന്ന് ബാത്റൂമിൽ ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ തോന്നാം സ്ക്രൂ ഡ്രൈവർ കിട്ടി. ഒരൈറ്റം കിട്ടി. ഇനി നമുക്ക് പോയി കയറാം. കാരണം നമ്മുടെ ആ സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനങ്ങാം. പിന്നെ നമ്മൾ ഒളിച്ചിരിക്കണം. കാരണം അവൻ്റെ അച്ഛൻ കൈ കഴുകി തിരിച്ച് നടന്നു വരും. കാരണം ആ സമയം നമുക്ക് അത്രയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കിപ്പോൾ ആ അച്ഛൻ അവിടെ കിടന്ന് എന്തെങ്കിലും പറയും. അപ്പോൾ നമുക്ക് ആ പറയണ കേട്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാം. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ ചെല്ലും. അവിടെ കണ്ട ടൈം പീസ് എടുക്കണേൻ്റെ അവിടെ ചെന്നിട്ട് നമ്മുടെ ആ ഫോൺ ചെക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മെസ്സേജ് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്കും ഫോണിൽ മെസ്സേജ് അയക്കാൻ പറ്റും. നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു പാസ്വേഡ് വേണം. അപ്പോൾ നമ്മൾ പാസ്വേഡ് ഞാൻ ചുരുക്കി എല്ലാം പറയുന്നില്ല, ഞാൻ ഡയറക്റ്റ് പറയാം. പാസ്വേഡ് ഈസ് ആൻഡ്രൂ 2002. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ പുറത്തോട്ടിറങ്ങാം. അവൻ്റെ അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കാരണം അവൻ്റെ അച്ഛൻ അവിടെ വന്നിരിക്കുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാക്കും. നമുക്കിവിടെ അടച്ചിട്ട് നമുക്ക് എണീറ്റിട്ട് നമുക്ക് ഇവിടെ കോളിംഗ് ബെല്ലടിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കാം. ഈ ബാക്കിലിരിക്കുകയാണെങ്കിൽ ഇവൻ്റെ അമ്മ ആരും കണ്ടുപിടിക്കില്ല. നമ്മൾ ഈ ഡോറിൻ്റെ ബാക്കിലേക്ക് ഇരിക്കില്ല. പക്ഷേ അച്ഛൻ്റെ മുറിയത്തെ ഡോറിൻ്റെ ബാക്കിൽ തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് പതിയെ ഇവിടെ പോയിട്ട് ഇവിടെ ഈ ചിമ്മിനി ഉണ്ടല്ലോ, ഇത് ഓഫാക്കണം. കാരണം നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചിമ്മിനി ഓഫാകണം. ഇവിടുത്തെ ഫാൻ ഓഫാക്കി കോഡ് നോക്കണം. 1644 ഞാൻ മറന്നു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. 1644. ഇനി നമുക്ക് ആ ചിമ്മിനി ഓണാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇവൻ്റെ അമ്മ ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നോക്കുമ്പോൾ നല്ല പുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനാല തുറന്നിടും. അപ്പോൾ നമുക്ക് ആ ജനാല വഴി പുറത്തേക്ക് ചാടാൻ പറ്റും. ഇവിടെ നല്ല പുകയാണെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ മുറിയിലോട്ട് പോവാം. അച്ഛൻ്റെ മുറിയിലോട്ട് ചെല്ലാം. തുറക്ക്. അത് ശരി. ഒരു മിനിറ്റ്. നമ്മൾക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ആ കീ ഇട്ട് ഈ വാതിലങ്ങോട്ട് തുറക്കണമായിരുന്നു. അത് മറന്നുപോയി. പിന്നെ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്ക് ഈ സ്ലീപ്പിംഗ് ബില്ല് എന്തായാലും ഇട്ടിക്കണം. പക്ഷേ സ്ലീപ്പിംഗ് ബില്ല് വെച്ചിട്ട് ഒരു പ്രശ്നമുണ്ട്. കാരണം അവൻ്റെ അച്ഛൻ്റെ ഫോണിലോട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പോയി ചെക്ക് ചെയ്യാൻ പോകണാണ്. ഇവിടെ കുറച്ച് ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അത് അവൻ ഫോണിൽ കളിച്ചിട്ട് റെക്കോർഡ് ചെയ്യണതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അത് ഒന്ന് എല്ലാവരും സഹകരിക്കണേ. അപ്പോൾ ഇത് അവൻ്റെ അച്ഛൻ ആ ഫോണിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കണേ. നമുക്ക് ഒരു ഡേറ്റ് റാഗ് വേണം. ആൻറ്റി ഫാറ്റ് എന്ന് പറയുന്ന സാധനം വേണം. സ്ലീപ്പിംഗ് ബില്ല് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഒരു ബാറ്ററിയും കൂടി വേണം. 2 ബാറ്ററി റേഡിയോയിൽ ഇട്ടേക്കാം. ഒരു ബാറ്ററിയും കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആൻറ്റി ഫാറ്റ് ഞാൻ പറഞ്ഞല്ലേ, അത്രയും മതി. നമുക്ക് പിന്നെ എസ്കേപ്പ് ആവാം. പിന്നെ അറ്റിക് എസ്കേപ്പ് ചെയ്യണ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ടാർഗറ്റ് വേണ്ട ലൈക്കിൻ്റെ. അപ്പോൾ ആ ടാർഗറ്റ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. ഒരു 10,000 ലൈക്സ് അത്രയേ ഉള്ളൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. 10,000 ലൈക്സ് എന്ന് പറയുന്നുള്ളൂ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു അതിൻ്റെ കൂടെ തന്നെ. അപ്പം നമുക്ക് ഈ പുറത്ത് ഇറങ്ങി നമ്മൾ ഇപ്പോൾ കോളിംഗ് ബെൽ അടിക്കാൻ പോയതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഓർത്ത് താഴെയൊക്കെ കണ്ട ബ്ലാക്ക് പോലെ ഇതാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് അകത്തേക്ക് കയറാം. നമുക്ക് കയറുന്നതിന് മുമ്പ് ഇവൻ്റെ അമ്മ വീണ്ടും ചിലപ്പോൾ ക്രിസ്മസ് ട്രീക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീക്ക് വെള്ളം ഒഴിക്കാൻ പോണ ആ സമയം വരെ വെയിറ്റ് ചെയ്യാം. അയ്യോ, ഇവിടെ കുറേ നേരം വയസ്സിനെ വെയിറ്റ് ചെയ്യണത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ അച്ചക്കണ്ടെന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേ അമ്മ ക്രിസ്മസ് ട്രീക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചോടിക്കാം. നമ്മൾ ക്രിസ്മസ് ട്രീക്ക് അമ്മ വെള്ളം ഒഴിക്കാൻ പോയി. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് കയറണം. ഇവിടെ അമ്മയുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കയറാൻ. കയറി. ഇനി ഗൈസ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നെയിൽസ് ഉണ്ട്. പക്ഷേ നെയിൽസ് ആവശ്യമില്ല. അറ്റിക് എസ്കേപ്പിനാണ് നെയിൽസ് ആവശ്യം. ഒന്നുമില്ല ഗൈസ്. ചില സമയം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ആൻറ്റി ഫാറ്റ് കിട്ടും. ആ ബൊട്ടിയുടെ പുറത്തൊക്കെ ഉണ്ടാവും ആൻറ്റി ഫാറ്റ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, അവിടെയും ഒന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ പോയി സെർച്ച് ചെയ്യണം. ഇവിടെ ആൻറ്റി ഫാറ്റ് കിട്ടി. ഇവിടെ ഒന്നുമില്ല.
ഏറ്റവും താഴെ 2 റോ ഒന്നുമില്ല ഇവിടെയൊന്നും. നോക്കി ഇതൊക്കെ തുറന്ന് നോക്കണം. അവിടെ ഒന്നുമില്ല. ഇവിടെയൊക്കെ ഇവിടെയും ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. ഇത് അവസാനത്തെ ഡ്രോയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഓടാം. ഇവിടെയും ഒന്നുമില്ല. ബെട്ട് നമ്മളെ കണ്ട് ഗൈസ്. നമ്മൾ ഓടണേണ്. ഓടിത്തള്ളിക്കോ. പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല. എന്തായാലും വെടി കൊടുത്തേക്ക്. ഇനി ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. മോന്തൊക്കെ കിട്ടി. എന്ത് ശനിറ്റാ പൊന്നെ, ഇത് തുടക്കണമല്ല. ചില സമയം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണ് പറയണത് ഈ ചൂല് വായി വെച്ചിട്ട് വേണം ഇത് അടച്ചു കളയാൻ. പിന്നെ എൻ്റെ അച്ഛൻ പിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 3 ലാപ്സ് ഓടാൻ പറയും. പിന്നെ 220 ക്വാക്സ് വരെ നമ്മുടെ ഏത്തം ഇല്ലേ, ഏത്തം ഇടും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഏത്തം എന്ന് പറയണത് ഇങ്ങനെ ചെവി പിടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞെണീക്കില്ലേ ആ സാധനം. പിന്നെ അവൻ്റെ അമ്മ ഓടിക്കുമ്പോൾ നമ്മളെ ചില സമയവും ബാത്റൂം ക്ലീൻ ചെയ്യിപ്പിക്കും. ഇതിങ്ങനെ ചെയ്യിപ്പിക്കും. വേറെ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യിപ്പിക്കും. പിന്നെ അച്ഛൻ 3 ലാപ്സ് ഓടിപ്പിക്കും. അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതൊക്കെയാണ് നമുക്ക് തന്നെ പണിഷ്മെൻറ്റ്. പക്ഷേ 3 ഡേയ്സ് കഴിഞ്ഞാൽ അച്ഛൻ ബെൽറ്റിനിട്ട് അടിക്കും. എനിക്ക് ബെൽറ്റിനുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് അമ്മ പറഞ്ഞ് നീ ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്ക്, ഇനി നീ ഒന്നും കൂടി ഇത് ചെയ്യാൻ പാടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഗൈസ് ഞാൻ ഫോണിൽ കളിക്കൊണ്ടാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി പുറത്തോട്ടിറങ്ങാം. അപ്പോൾ എൻ്റെ അച്ഛന് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈം കൊണ്ട് ഇവിടെ ഒന്ന് നോക്കാം. അതെ, അയാൾ കറക്റ്റ് കയറിയ സമയം നമ്മൾ തുറന്നു. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആ ഡ്രോ തുറന്നുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെക്ക് ചെയ്യാത്തത്, ഏത് വീണെന്ന് തോന്നുന്നത്. നമുക്ക് ബാറ്ററി കിട്ടി. ഇപ്പം നമുക്ക് എസ്കേപ്പ് ആവാനുള്ള സാധനമൊക്കെ അത്ര അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നണത്. കിട്ടി. നമ്മളിനി കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്ത് ഡേർട്ട് റാഗ് ഇവിടെ കിടപ്പുണ്ടായി. നമുക്ക് ഡേർട്ട് റാഗ് ഉണ്ട് ഇവിടെ അലക്കാനിടണം. അപ്പോൾ ഇവിടെയൊക്കെ അടച്ചിട്ട് നമുക്ക് ഡേർട്ട് റാഗ് അതിൻ്റെ ഉള്ളിൽ ഇടണം. വാഷിംഗ് മെഷീനിലിട്ട് അലക്കി എടുക്കണം. പക്ഷെ അമ്മ സൗണ്ട് കേട്ട് വരും. ക്രിസ്മസിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണെങ്കിൽ അമ്മ സൗണ്ട് കേട്ട് വരും. അതുകൊണ്ട് അടുക്കള ഇരിക്കുമ്പോൾ തന്നെ നമ്മളിത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അടച്ചു വെച്ചിട്ട് ഈ സാധനത്തിൻ്റെ ഇവിടെ കയറിയാൽ നമുക്ക് ഒളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കി നിൽക്കാം. നമുക്ക് ഓടിപ്പോയി അവിടെ ഒളിച്ച് ഈ വാഷിംഗ് മെഷീൻ തുറന്നു തന്നെ ഇരിക്കണ വല്ല മിസ്റ്റേക്കും വരുത്തിക്കാണ് അവർ കണ്ടുപിടിക്കുക. കാരണം മെറ്റൽ ഹൊറർ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയാണ് ഇത് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ അമ്മ കണ്ടിട്ടുണ്ട് വട്ട നോട്ട്സ് എന്നും പറഞ്ഞ്. അപ്പോൾ ഗൈസ് നമുക്കത് അത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ നിന്നാൽ മതി, അനങ്ങരുത്. അവരാര് വന്ന് നോക്കിയാലും അനങ്ങരുത്. നമ്മൾ അമ്മ ഇങ്ങനെയൊക്കെ കുറേ കിടന്ന് പറയും. പക്ഷെ നമ്മളെ ചില സമയം പിടിക്കും. നമ്മൾ വല്ല മിസ്റ്റേക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടിക്കും. വേറെ എന്തിനും നമ്മൾ പിടിക്കില്ല. എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് അമ്മ പോയി. നമുക്ക് ഈ കർട്ടനൊക്കെ മാറ്റിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. യെസ് ഗൈസ്, നമുക്കിനി ഇതിവിടെ വന്നിട്ട് നമുക്ക് അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലാം. എന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ കമ്പ്യൂട്ടർ എടുക്കാം. കമ്പ്യൂട്ടർ ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഗനഡി 164 എന്നാണ് 164 64 അടിച്ച് ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നോട്ട് ബുക്കിൽ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ 21 26 അപ്പം ഞാൻ അതും സൈഡ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 21 26 കൺട്രോൾ പാനലിൻ്റെ നമ്പറാണ്. നമുക്ക് ഇതാ വേണ്ടത് എസ്കേപ്പ് ആകാൻ വേണ്ടി. ഇനി ഇത് മാറ്റി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതെന്താ പോവാത്തേ? ഒന്നും കൂടി നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് അടച്ചന്നെ വെക്കണം. ഇതൊക്കെ തുറന്നിരുന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മളെ പിടിക്കും ഗൈസ്. അതാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ അവിടെ കിടന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ. ഇവിടെ എന്താ തുറന്നിട്ടേക്കണം? അവൻ്റെ അമ്മ ഇവിടെ പോയിട്ടുണ്ട് റിസോർട്ടിക്കുള്ളിലേക്ക്. നമുക്ക് ആ സമയം കൊണ്ട് ഇതിങ്ങനെ തുടച്ച് വെച്ചിട്ട് നമുക്കിവിടെ ലൈറ്റ് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി അടയ്ക്കാം. ഇനി ഗൈസ് നമുക്കിപ്പോൾ ചെയ്യാൻ പോകേണ്ടത്, നമുക്ക് ഈ ബാറ്ററി ഇട്ടിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കരുത്. ബാറ്ററി ഇട്ടിങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് ബാറ്ററി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കണം. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പോകണമെന്ന് നമ്മളെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അച്ഛന് ഒരു മെസ്സേജ് അയക്കും.
ഫേക്ക് മെസ്സേജ് അയച്ചിട്ട് അച്ഛൻ അത് ചെക്ക് ചെയ്യാൻ പോണ സമയം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്ലീപ്പിംഗ് ബിൽ അതിൽ കലർത്തിയിട്ട് നമ്മൾ അച്ഛൻ കിടന്നുറങ്ങുമല്ല ആ സമയം നമ്മൾ ഇവിടെ വന്നിട്ട് ഈ റേഡിയോ ഓണാക്കും. റേഡിയോ ഓണാക്കുമ്പോൾ അമ്മ വന്ന് റേഡിയോ ചെക്ക് ചെയ്യും. അച്ഛൻ അവിടെ കിടന്നുറങ്ങുന്നതുകൊണ്ട് അച്ഛനൊന്നും കേൾക്കില്ല. റേഡിയോ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനെ നീക്കിയിടും. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മളത് ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യുക. നമ്മൾ കഥ അടച്ചിട്ട് ആ സാധനങ്ങൾ നീക്കിയിടും. അപ്പോൾ അത് തുറക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ കൺട്രോൾ പാൻ അടിച്ച് ഓണാക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആൻഡ്രോയിഡ് 2002 ആണ്. അത് മാറാൻ പോണില്ല കാരണം അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വർഷമാണ്. അപ്പോൾ നമുക്ക് ഓണാക്കിയിട്ട് നമുക്ക് മെയിൽ അയക്കാം. ഡാഡിനെ കണ്ട സെൻഡ് ഫേക്ക് മെസ്സേജ് അയക്കും. നമ്മൾ ഹൈ ബേബിന്ന് മെസ്സേജ് അയക്കും. അയ്യോ പെട്ട് അവൻ്റെ അച്ഛൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി നിന്ന്. അപ്പോൾ നമുക്ക് കൂടെ പഠിക്കാം. പാച്ചാവും നമ്മൾ മാത്സാണ് പഠിക്കുന്നത്. മാത്സ്. അവൻ്റെ അച്ഛൻ അവിടെ കിടന്ന് കുറേ സൗണ്ട് ഉണ്ടാക്കും. ഓ ഹാ എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. കുറേ നേരമായി. എൻ്റെ അച്ഛൻ അവിടെ കിടന്ന് ഇത് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ പറഞ്ഞില്ല അത് നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും 10,000 മതി. 10,000 ലൈക്ക് കിട്ടിക്കാൻ ഞാൻ അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നടക്കുന്നതിന് മുമ്പാണ് ഞാൻ കുറേ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ഗെയിമിൻ്റെ ക്ലിപ്സ്. അതൊക്കെ സീക്രട്ട്. അത് സസ്പെൻസ്. ഞാൻ പറയാം. എൻ്റെ അച്ഛൻ നമ്മളയച്ച മെസ്സേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് സ്ലീപ്പിംഗ് ബില്ല് കലർത്തണം. ചെക്ക് ചെയ്യാൻ വേണ്ടി മുകളിലിങ്ങനെ നമ്മളിങ്ങനെ ഒരുമാതിരി നമ്മൾ ആലോചിച്ചെഴുതണ പോലെ ആയിരിക്കും. അത് ആലോചിച്ചെഴുതണ പോലെ വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഈ കോഡ് അടിച്ച് നോക്കാം. 2126. നമുക്കിത് ഇപ്പോൾ തുറക്കരുത്. ഇതിപ്പോൾ ഓഫ് ചെയ്ത് നോക്കാം. കാരണം അത് ഓഫ് ചെയ്താലും കൂടെ അവിടെ തന്നെ കിടപ്പുണ്ടാവും. നമുക്ക് ഒരു മെസ്സേജും കൂടി അയക്കാം ഗൈസ്. നമ്മൾ അടുത്ത മെസ്സേജും കൂടി അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ഹൗ മച്ച് ലോങ്ങർ എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അയ്യോ ശരി എന്തോരം നേരം വേണം. അതെ അവൻ തുറന്ന് നമ്മൾ സ്ലീപ്പിംഗ് ബിൽ എടുക്കുക, കുടിക്കണ ചായയിൽ കലർത്തുക, പോവുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റോർ റൂമിൽ ചെല്ലുക. സ്റ്റോർ റൂമാണ് അല്ല പാനിറ്ററി എന്ന് പറയും. അത് നമ്മൾ ഈ റേഡിയോ ഓണാക്കണം. പക്ഷേ ഇപ്പോൾ ഓണാക്കരുത്. കാരണം അവൻ്റെ അച്ഛൻ ഇങ്ങനെ ഉറങ്ങണ സമയം നമ്മൾ ഓണാക്കണം. കുറുക്കം വയ്ക്കൂലേ ആ സമയം ഓണാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഓടുക. ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. ചേട്ടാ അത് വന്നില്ലല്ലോ. എൻ്റെ അച്ഛൻ ഇങ്ങനെ ക്ഷീണം പോലെ ഇങ്ങനെ കിടക്കും, കുറുക്കം വലിക്കും. എൻ്റെ അച്ഛൻ അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടെ എന്നെ ആർക്കെങ്കിലും വേണമെന്ന് ചേടാ വീണ്ടും മെസ്സേജ് തോന്നുന്നു. ഗൈസ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയാണ്ട് മൈക്രോഫോൺ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷോട്ടിൽ കൂടി ഇങ്ങനെ റെക്കോർഡ് ചെയ്യണ സൗണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇപ്പം ചെയ്യുന്നുണ്ട്. പക്ഷേ ആൻസർ സ്ക്രോളിങ് വന്നുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ട ഗൈസ്. നമ്മൾ സോഷ്യൽ വെള്ളം വയ്ക്കാൻ പോയി നമുക്ക് ഈ കഥ അടയ്ക്കാം. ലൈറ്റ് ഇട്ട് വെച്ചാൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ പുറത്തടിക്കുന്നത് നിങ്ങളാരും പേടിക്കണം. കാരണം അത് റിഫ്ലക്ഷൻ നോക്കിയാലും ആരും ശ്രദ്ധിക്കാൻ പോകില്ല. കാരണം ഈ മുറിയിൽ ലൈറ്റ് ഇല്ല. നമ്മൾ ബൾബ് ഇട്ടിട്ടാണ് ഈ മുറിൽ ലൈറ്റ് ഇട്ടത്. നമ്മൾ ബൾബ് ഇട്ടാണ്. പക്ഷേ ഒരു വീട്ടിൽ ഓണായിരിക്കണതിൻ്റെ പ്രശ്നമൊക്കെ ലൈറ്റൊക്കെ നമ്മൾ തന്നെ ഇടണം. പക്ഷേ നമ്മൾ മുറ്റം ക്ലീൻ ചെയ്ത് കൊടുത്ത് നമുക്ക് അവിടെ കിടന്ന് അച്ഛനൊച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഗൈസ്. എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന സമയമാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് സ്പെഷ്യൽ ഉറങ്ങാൻ വേണ്ടി ക്ഷീണമെന്ന് അങ്ങനെ വരട്ടെ. കുറുക്ക് വലിച്ച് നമുക്കിത് ഓണാക്കാം. ഓണായിട്ടുണ്ട്. നമുക്ക് ഓടാം. അയ്യോ പുറത്തോട്ട് ഓടിക്കോ. നമുക്ക് ഇവിടെ ഒളിച്ച് നിൽക്കാം. എനിക്ക് ഒളിച്ച് നിന്ന് ഇങ്ങനെ നോക്കാം ഗൈസ്. ഒളിച്ച് നോക്കാം. അമ്മ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ഓക്കെ നമുക്ക് ഇത്
ഇത് ഓണാക്കണം. അയ്യോ അത് ഓണാക്ക് ഓണാക്കി ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് ഓടിക്കോ. ഗായ്സ് നമ്മൾ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ പോകുന്നു. നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് ഗായ്സ് മെയിൻ ഗേറ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓടിക്കോ. അയ്യോ അവൻ്റെ അച്ഛനെ നീറ്റ്, പക്ഷെ നമുക്ക് സീനിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ ബാക്കിൽ ഓടി വരുന്നുണ്ട്. അയ്യോ ദേവനുണ്ട്. സ്റ്റോ രക്ഷോട്ടെ. ഞാൻ കൂട്ടുകാരോട് കഴിയാൻ ഞാൻ ഇത് ഓർത്തില്ല. അത് കുഴപ്പമില്ല, എന്തായാലും രക്ഷപ്പെട്ടല്ലോ. സക്സസ്ഫുള്ളി എസ്കേപ്ഡ് ത്രൂ ദ ഗേറ്റ്. നൗ ഐ ക്യാൻ ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ബൈ ദാറ്റ് ഐ ഓൺലി. അത് നമുക്ക് പുറത്താണ്, വീട്ടിലോട്ട് കയറണമെന്ന് നമുക്ക് പിന്നെ ആലോചിച്ചാൽ പോരെ. അപ്പോൾ ആക്ട് 2 ഫണ്ണ് വരാൻ പോകണേ ഉള്ളൂ. നമുക്ക് ഇനി ആക്ട് 3 ഉണ്ട്, ഇത് ഹൊററാണ്. ഇതൊന്ന് കറക്റ്റായിട്ട് വരട്ടെ കേട്ടോ, ഹോം സ്ക്രീൻ വരട്ടെ. നമ്മുടെ കൈയാണത്. അപ്പോൾ ഹോം സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്കിത് ഡേ ആൻഡ് ലൈറ്റ് ആക്കി എടുക്കാൻ പറ്റും. നൈറ്റാക്കി കാണിച്ചു തരാം. നൈറ്റാക്കി കാണിക്കാൻ പറ്റും. ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഞാൻ നൈറ്റിൻ്റെ ഒരു എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാണുന്നവരെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.